നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു അക്കര പോലെ ഒരു നടുക്കൊരു ചെറിയ ട്രെഞ്ച് ഉണ്ട്. അതിന്റെ അപ്പുറത്തായിട്ട് കുറച്ച് ശബ്ദം ഇങ്ങനെ അനങ്ങുന്നതും സാധനമൊക്കെ ആയിട്ട് അപ്പോഴത്തേക്കും സുമതി വളവ് ഒരു ഹോണ്ടഡ് റോഡാണ്. ട്രിവാൻഡ്രം ആ കോൺസെപ്റ്റിനെ എടുത്ത് അങ്ങനെ ഒരു ഹോണ്ടഡ് റോഡ് ലീഡ്സ് ടു എ വില്ലേജ്. ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് മലബാർ സിമെന്റ്സിനകത്താണ്. അത് കാടാണ്, കൊടുങ്കാടാണ്. ആന ഇറങ്ങുന്നു മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാന്ന് പറഞ്ഞു. ഞങ്ങൾ കരിമ്പുലിയൊക്കെ ഉണ്ട്, എന്റെ വീഡിയോ ഉണ്ട്. ട്രാക്ക് മാറ്റി പ്രൊഡ്യൂസർക്ക് ഭയങ്കര ഹാപ്പി ലൊക്കേഷൻ ആയിരുന്നു. മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലായിരുന്നു. ഒരൊറ്റ ഒരാള് ഒരുപാട് കുടുംബം ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. കാരണം ഭാര്യമാർക്ക് അഭിലാഷ് പിള്ള ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുക. ഞാൻ സുമതി വളവ് എഴുതിയത് രാവിലെയാണ്. അതിന്റെ ടൈറ്റിൽ സുമതി രാവിലെ വളവെന്നായിരുന്നു. ശരിക്കും രാവിലെ എഴുതിയിട്ട് പകൽ മുഴുവൻ അഭിലാഷ് ഉറക്കുക. സുമതി വളവ് എഴുതി വെച്ചിട്ടുണ്ടോ രാവിലെ? അഭിലാഷേ കോമഡി പറയുന്നതാണ്, അടുത്ത പടത്തിൽ വിളിക്കാതിരിക്കരുത്. 2-3 പടം അനൗൺസ് ചെയ്തിരിക്കുക. അഭിലാഷ് സാർ നല്ല ആളാ. പണിയിലാണ് ശരിക്കും പറഞ്ഞ ഡേവി എന്നുള്ളൊരു ക്യാരക്ടർ. ഇപ്പം എന്നെ അറിയപ്പെടുന്നത് തന്നെ വാറൻ ഡേവി. ഇപ്പം എയർപോർട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴും എന്നെ ഡേവിട്ടോ ഞാൻ വിളി കേൾക്കും. എന്തോ വിളി കേൾക്കും. മലയാളി ഓഡിയൻസ് ഇസ് ദി ബെസ്റ്റ് ഓഡിയൻസ് ആയിട്ടാണ്. വി ആർ ഓൾവേസ് ഓപ്പൺ ഫോർ എക്സ്പെരിമെന്റ്സ്. എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സേ നമുക്ക്. എന്തും അക്സെപ്റ്റ് ചെയ്തില്ല. എന്ത് അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ എല്ലാ സിനിമയും കിട്ടില്ല. റിലീസ് ആകാൻ പോകുന്ന സിനിമകളെ പറ്റി അറിയാനും കേൾക്കാനായിട്ടൊക്കെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? അതുപോലെ ഇറങ്ങാനിരിക്കുന്ന റിലീസ് ആവാൻ പോകുന്ന മൂവിയാണ് സുമതി വളവ്. അതിലെ 2 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, സിദ്ധാർത്ഥ് ഭരതൻ ആൻഡ് ബോബി കുര്യൻ. വെൽക്കം ടു ക്ലബ് എഫ്എം. ശരിക്കും സുമതി വളവ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ മലയാളികൾക്ക് ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു സ്പേസ് ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ പേര് സുമതി വളവ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ശരിക്കും അത് തന്നെയാണോ? കഥ അതാണോ? എന്താണ് സ്റ്റോറി? ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആക്ച്വലി എന്താണ് സുമതി വളവ്? സുമതി വളവ് ആ കഥ അറിയാലോ, അതൊരു ഹോണ്ടഡ് റോഡാണ്. അതെ, ഒരു കർവാണ്. ഒരു കർവാണ്, അത് ഹോണ്ടഡ് ആണ്. ട്രിവാൻഡ്രം ജില്ലയിലുള്ള ഐ തിങ്ക് ഇറ്റ്സ് നിയർ കാട്ടാക്കട. ആ കോൺസെപ്റ്റിനെ എടുത്ത് അങ്ങനെ ഒരു ഹോണ്ടഡ് റോഡ് ലീഡ്സ് ടു എ വില്ലേജ്. അപ്പൊ ആ വില്ലേജിലെ കുറെ കാരിക്കേച്ചേഴ്സും സാധനങ്ങളും ഒരു ലവ് സ്റ്റോറിയൊക്കെ വെച്ചോണ്ട് ഉള്ളൊരു ഒരു ഫൺ ഫിലിമും കൂടെയാണ്, ഒരു എന്റർടൈനർ. ഫൺ മൂവി കൂടാണ്. സുമതി വളവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയാസിൻ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണ്. ഒരു 30-35ഓളം ആർട്ടിസ്റ്റ് നോൺ ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ഞാനൊക്കെ അതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ. ബാക്കി എല്ലാവരും എക്സ്പീരിയൻസ് ആയിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുള്ളൊരു സിനിമ ആണ് സുമതി വളവ്. ഒരു 90s കാലഘട്ടം കാണിക്കുന്ന മൂവിയാണ്. കറക്റ്റ് ആയിട്ട് പറയുന്നത് 1993 നടക്കുന്ന ഒരു ഇൻസിഡന്റ് പോലെയാണ് പറയുന്നത്. സോ ആ സമയത്ത് ഒരു സ്റ്റോറി ആദ്യമായിട്ട് സുമതി വളവ് കേട്ട സമയത്ത് തോന്നിയൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് എന്തെങ്കിലും ഉണ്ടോ രണ്ടുപേർക്കും? സ്റ്റോറി ഫുള്ള് കേട്ട് കഴിഞ്ഞപ്പോൾ ഹൗ വെൽ അഭിലാഷ് അത് വീവ് ചെയ്തു എന്നുള്ള ഒരു നാടിന്റെ വിഷയങ്ങളും അവിടുത്തെ ഒരു ലവ് സ്റ്റോറി എല്ലാം കൂടെ ഈ ഒരു സാധനത്തിലേക്ക് അവൻ എങ്ങനെ അത് കണക്ട് ചെയ്ത് കയറ്റി എന്നുള്ളത് അതായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അല്ലേ? പിന്നെ ഈ 90s കാലഘട്ടം പറയുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര വേർഡിൽ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ഒരു 90s ആ കാലഘട്ടം പറയുമ്പം ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂം അല്ലെന്നുണ്ടെങ്കിൽ ലുക്കുകൾ, ആംബിയൻസുകള്, വാഹനങ്ങള്, ഇത് ഇറ്റ്സ് നോട്ട് ഈസി. നമ്മൾ 2025 ജീവിക്കുന്നത്. അപ്പം 10-25 വർഷം മുമ്പ് നടന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരുടെ അപ്പിയറൻസസും ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ കയ്യിൽ നിന്ന് കഥ കേൾക്കുന്നതാണോ കൂടുതലൊരു നമുക്ക് എന്താ പറയുക അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പം? ആസ് എൻ ആക്ടർ ഐ തിങ്ക് സ്ക്രിപ്റ്റ് റൈറ്ററും മേ ബി ആ ഡയറക്ടർക്കും അതിൻ്റെ ബോധ്യമുണ്ട്. അപ്പോൾ ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ആ വരികൾ പറയുന്നത്, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നതെന്നുള്ളതിൽ രണ്ടുപേർക്കും ഒരു ധാരണ ഉണ്ടാവാം. രണ്ടുപേരും 2 ടൈപ്പ് സാധനങ്ങൾ പറയാം, വിച്ച് വിൽ എയ്ഡ് ഫോർ ദി ആക്ടർ ടു ക്രിയേറ്റ് ദ തേർഡ് വേർഷൻ. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരിക്കും. അതെ, അതാണ് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ്. ഇപ്പൊ നമുക്ക് ഈ ക്യാരക്ടറിനെ വലുതായിട്ട് വരും. ഇപ്പൊ എൻ്റെ ക്യാരക്ടറിന്റെ പേര് ചെമ്പൻ എന്നാണ്. ചെമ്പൻ ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ബട്ട് ആഡ്സ് എ ലോട്ട് ഓഫ് ഫൺ എലമെന്റ്സ് ഓൾസോ. അപ്പൊ ഇത് ഏത് മീറ്ററിൽ പിടിക്കണം, എങ്ങനെ പിടിക്കണം എന്നുള്ളത് അഭിലാഷ് പിള്ള പറയുന്നതും വിഷ്ണു പറയുന്നതും എടുത്തുകൊണ്ട് മൂന്നാമതൊരു വേർഷൻ ഉണ്ടായിട്ട് അവർ ചിലപ്പോൾ അത് ചേട്ടാ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചതെന്ന് പറയും. ചിലപ്പോൾ അവർ ഇറ്റ്സ് വെരി ഗുഡ് എന്നുള്ളതിൻ്റെ ഒരു സാധനം പറയും. അപ്പോൾ ഈ 2 പേരും കൂടെ അത് അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഔട്ട് ഓഫ്
എയർ ഈ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കി എടുക്കണമല്ലോ. പുതിയൊരാളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണല്ലോ. എക്സാക്ട്ലി. അപ്പോൾ രണ്ടുപേരും എഡിയും ചിലപ്പോൾ കൂടുതലും സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരിക്കും എഡ് ചെയ്യുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ വിട്ടുപോയ ചില വാക്കുകളൊക്കെയാണ് ആക്ടേഴ്സിന് ഈ ടാഗ്സ് പോലെ കിട്ടുന്നത്. കിട്ടാൻ പോകുന്നു. അത് ചിലപ്പോൾ ഡയറക്ടറിന്റെ വായനായിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ ആക്ടറിന്റെ വായന, ചിലപ്പോൾ കോ ആക്ടേഴ്സിന്റെ കൂടെ എല്ലായിടത്തും കിട്ടും. ശരിക്കും സിദ്ധാർത്ഥ് ക്യാരക്ടറിന്റെ പേരൊക്കെ പറഞ്ഞു. അതുപോലെ പണിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഡേവി എന്നുള്ളൊരു ക്യാരക്ടർ. ഇപ്പം ജോജോ ഉണ്ടായാലും സാഗർ ഉണ്ട്, ജുനൈസ് ഉണ്ട്, എല്ലാവരും ഉണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഡേവിയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഡേവി. കാരണം അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ആ സിനിമയിൽ ഡേവി പോകുന്നത്. നമ്മളൊക്കെ അയ്യോ എന്നായി പോയി. അതുപോലെ സുമതി വളവിലെ ക്യാരക്ടറിന്റെ ജോണർ എന്താണ്, എന്താ മൂഡ്? സുമതി വളവിലും ഞാൻ സർപ്രൈസ് എനിക്ക് പറയാൻ പറ്റില്ല സിനിമയെക്കുറിച്ച് കൂടുതൽ കഥാപരമായിട്ടൊന്നും. പക്ഷേ ഇതിനകത്തും അങ്ങനത്തെ കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല, പോസ്റ്ററിലെല്ലാം ഞാൻ പോലീസ് യൂണിഫോം. ഞാനൊരു ബെഞ്ചമിൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്, ഇൻസ്പെക്ടറാണ്. അപ്പം 90s കാലഘട്ടത്തിലെ ഒരു കലിപ്പനസായി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എനിക്ക് കിട്ടിയ വേഷം. അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഓഡിയൻസിൻ്റെ കയ്യിലാണ് എല്ലാം. അപ്പം അത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എന്നെ അറിയപ്പെടുന്നത് തന്നെ വാറൻ ടി വിന്ന്. എൻ്റെ പേര് ബോബിക്കിനി എന്താന്നുള്ള ആർക്കും അറിയത്തില്ല. കാരണം എൻ്റെ എല്ലാവരും ഡേവി ചായൻ, ഡേവി ഏട്ടൻ എന്നുള്ള. ഇപ്പം എയർപോർട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോഴും എന്നെ ഡേവി ഏട്ടോ ഞാൻ വിളി കേൾക്കും, എന്തോ പിന്നല്ലാതെ. അപ്പോൾ ഇതിപ്പോൾ ഗിരിക്കാടൻ ജോസെന്നും സുമണിയൻ ജോസ് എന്നൊക്കെ പറഞ്ഞ പോലെ വാറൻ ദേവി രജിസ്റ്റേർഡ് ആയതുപോലെ ഉണ്ട്. നിങ്ങൾ തമ്മിലൊരു കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിട്ടുണ്ടോ? അതെങ്ങനെയായിരുന്നു വർക്ക്ഔട്ട് ചെയ്തത്? അതൊരു രസകരമായ സീനാണ്. രസകരമായ ഒരു സീനുമാണ്, രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. ഞാൻ എൻ്റെ കാര്യം ബോബിച്ചൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു. നമ്മൾ ആ സീൻസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പരിചയപ്പെട്ടു. വി ഗോട്ട് ഇൻ ടു എ ഗ്രൂപ്പ്, വി സ്റ്റാർട്ടഡ് സ്പെൻഡിങ് ടൈം വിത്ത് ഈച്ച് അതർ. ഇഷ്ടപ്പെട്ടു, കോമഡിയൊക്കെ അടിക്കുക. അത് കഴിഞ്ഞിട്ടാണ് സീൻ പറഞ്ഞത്. അപ്പോൾ സീൻ ചില ഒരു കൊണിഷ്ട് സീനാണ്, പുള്ളിയുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പം അതൊരു പുള്ളിയും അപ്പോഴാണ് എൻ്റെ ഒരു ആക്ടിങ് നേരെ കാണുന്നത്. ഞാനും അപ്പോഴാണ് ബോബിച്ചൻ്റെ ഫ്രണ്ടിൽ. അപ്പം അതുവരെ ഫ്രണ്ട്ലി ആയിട്ടിരുന്നിരുന്നത് വെരി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുടെ അടുത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സാധനത്തിൽ ഒരു ചെറിയ ആക്ച്വലി അങ്ങനെ വരുമ്പോൾ അപ്പോൾ പുള്ളി എന്നെ എന്തോ സജസ്റ്റ് ചെയ്തു, എടാ നീ അത് ഇങ്ങനെ എന്നുള്ള. അപ്പോൾ സോ ആസ് ഐ സെഡ്, പഴയ ആ പോയിന്റിലേക്ക് കോ ആക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ആൻഡ് ദാറ്റ് സീൻ കേം ഔട്ട് വെൽ. ബോബിന്ന് ബെഞ്ചമിനിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഇതായല്ലേ? ആക്ച്വലി സിദ്ധു ആസ് എ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ നേരത്തെ കണക്റ്റഡ് ആയി, ഷൂട്ടിനൊക്കെ മുമ്പ് തന്നെ കണക്റ്റഡ് ആയി. അപ്പം ഐ ജസ്റ്റ് റിയലൈസ് ഹി വാസ് സോ ഡൗൺ ടു എർത്ത്. വളരെ സാധാരണ ഒരു മനുഷ്യൻ, ഡയറക്ടറാണ്, ആക്ടറാണ്, സോറി, ഈ ആരുടെ മകനാണ്, ചേച്ചിയുടെ മോന് ത്രൂ ഔട്ട് സിനിമ കണ്ടു വളർന്ന ഒരാൾ ജനിച്ച കാലം തൊട്ട്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലൊരു ദൈവമേ ഇവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്യുന്ന ഐ ഫീൽ ആസ് എ ബ്ലെസ്സിങ്. നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും ഞാൻ സിദ്ധുവിനെ കൂടെ ഒരു അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു സിനിമ ചെയ്തെന്നുള്ളതാണ്. അതാണ് കോമഡി. ഞങ്ങൾ അത് കഴിഞ്ഞ് വേറെ നാദർഷിക്കയുടെ മാജിക് മഷ്റൂം എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ. അപ്പോൾ അല്ല, എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ. പിന്നെ ഇത് ആക്ച്വലി ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പാലക്കാട് മലബാർ സിമെന്റ്സിനകത്താണ്. അത് കൊടുങ്കാട്ടിൽ 10 എത്ര ഏക്കറുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്കന്ന് 5000 ഏക്കർ എന്നൊക്കെയാ പറയുന്നത്. ഗാർഡ്സിന്റെ ഉള്ളില് മലബാർ സിമെന്റ്സിന്റെ ഉള്ളിലേക്ക് കയറണം. ഫുൾ സിനിമ അല്ലായിരുന്നു ഈ സുമതി വളവ്. ആക്ച്വലി ദർശ വളവ്. ആ വളവ് നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ കണ്ടു ചെയ്യുന്നതുകൊണ്ട് ടീച്ചറിലൊക്കെ കാണിച്ചിരിക്കുന്ന എസ് പോലത്തെ ഒരു വളവാണ്. അതാണ് സുമതി വളവ്. അതാ മലബാർ സിമെന്റ്സിനകത്താണ്. അതൊരു അതിനകത്ത് രാത്രി നമ്മൾ ഫുൾ നൈറ്റ് ഒരു എത്രയോ നൈറ്റ്സ് അല്ലേ, 7-10 നൈറ്റ്സ് അതിനകത്താണ് കുറെ സീക്വൻസ് ഉണ്ടാവും. അപ്പൊ അത് ഈ രാത്രി ചെയ്യുമ്പോ അത് കാടാണ്, കൊടും കാടാണ്. ആന ഇറങ്ങുന്നു, മറ്റേ ഇന്റർവ്യൂല് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാന്ന് പറയും. ഞങ്ങൾ കരിമ്പുലിയൊക്കെ ഉണ്ട്, എന്റെ വീഡിയോ ഉണ്ട്. കണ്ടോ നിങ്ങൾ? റിയൽ കരിമ്പുലി എന്റെ വണ്ടി ക്രോസ് ചെയ്തു. അതായത് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അവിടെ ഫോറസ്റ്റ് പുലിയെ കണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ 100-150 പേരുണ്ട്, ക്രൂ എല്ലാം, ലൈറ്റപ്പും മറ്റേ ബോഡിയെല്ലാം വെച്ചിട്ട് നമുക്ക് ഓക്കെ. എന്നാലും ഇരുട്ടത്തോട്ട് മാറാൻ ഒരു ചെറിയ ലൊക്കേഷൻ വിട്ട് മാറാറില്ല ആരും. കാരണം ക്യാരവൻ കിടക്കുന്ന ദൂരെ അങ്ങോട്ടൊന്നും ആരും പോകാറില്ല. പിന്നെ ആക്ച്വലി ആനയെ കണ്ടു, കരിമ്പുലിയെ ഞാൻ കണ്ടു, സ്പോട്ട് ചെയ്തു. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ഒരു അക്കര പോലെ ഒരു നടുക്കൊരു ചെറിയ ട്രെഞ്ച് ഉണ്ട്. അതിന്റെ അപ്പുറത്ത് ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ മേ ബി ഒരു സ്മോൾ സ്ട്രീം എങ്ങാനും ആയിരിക്കും. അതിന്റെ അപ്പുറത്തായിട്ട് കുറച്ച് ശബ്ദം ഇങ്ങനെ അനങ്ങുന്നതും സാധനമൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കും ലൈറ്റ് ഗോഡൊക്കെ വെച്ചിട്ട് ലൈറ്റ് അടിച്ചേക്കടാണ്.
അപ്പൊ അതിന്റെ ഇടയിൽ ഫുൾ ആൾക്കാർ കഷ്ണം ചെറിയൊരു കഷ്ണം പോലെ. ഒരു മിന്നായം പോലെ. പിന്നെ പ്രൊഡ്യൂസർക്ക് ഭയങ്കര ഹാപ്പി ലൊക്കേഷൻ ആയിരുന്നു. മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലായിരുന്നു. ഒരൊറ്റ ഒരാള് ഒന്ന് റീല് കാണാനോ ഒരു ഫോൺ വിളിക്കാനോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആർക്കും. ഒരുപാട് കുടുംബം ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. കാരണം ഭാര്യമാരൊക്കെ പിന്നെ വർക്ക് ചെയ്തവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭാര്യമാരുടെ ശല്യമൊന്നും ഇല്ലായിരുന്നു. കാമൻ ക്വയറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ. എനിക്കൊരു കഷ്ണം റേഞ്ച് കിട്ടുമായിരുന്നു. എന്നിട്ട് ഞാൻ നോക്കുന്നതിൽ അർജുനെ അളകുമായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ ഇത് കിട്ടുന്നത്? ഏത് ഒരു കട്ട റേഞ്ച്. ഇപ്പം അർജുൻ അശോകനുമായിട്ട് രണ്ടാമത്തെ മൂവിയാണ് ബ്രഹ്മയുഗം ആൻഡ് സുമതി വളവ്. എങ്ങനെയാ നിങ്ങളുടെ ഒരു റാപ്പോ സിനിമയ്ക്കകത്തും പുറത്തും? നല്ലത് തന്നെ. നല്ല അത്ര എല്ലാവരുമായിട്ടും ബ്ലെൻഡഡ്. ഈ അങ്ങനെ ഒരു പ്രശ്നക്കാരൊന്നും അധികം സംസാരിക്കാറില്ല. പുള്ളി ജോലി കഴിയും, സീരിയസ് ആയാൽ നല്ല സീരിയസ് ആയത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ. അപ്പം അർജുനായിട്ട് ഇതില് ബ്രഹ്മയുഗത്തിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള, ഭയങ്കര ഡിഫറെന്റ് ആണ്. ഹി ലുക്സ് ഗുഡ് ആസ് എൻ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടാണ് നടക്കുന്നത്. ടീച്ചറിൽ കാണുമ്പോഴും ഡയലോഗ്സ് ആയാലും ആ ഒരു എന്താ പറയുക ശരിക്കുള്ള ഒരു അർജുൻ അശോകനെ കാണാൻ പറ്റിയ പോലെ തോന്നുന്നു. ഒരു ബബ്ലി സാധനം ഉണ്ട്. അച്ചു ആസ് എ പേഴ്സൺ, അച്ചു എന്ന് ഇപ്പം എല്ലാവരും വിളിക്കുന്നത്. ഞാനും അച്ചു അർജുന. അപ്പം അർജുനും ഭയങ്കര ഫ്രണ്ട്ലി ക്യാരക്ടർ. എല്ലാവരുമായിട്ടും ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തുള്ളത് നല്ല പേഴ്സണാലിറ്റി. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബോബിചേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് ലാലേട്ടനായിട്ടുള്ള ഫുഡ്, നമ്മൾ കാണാത്ത ലാലേട്ടൻ്റെ വർക്കൗട്ട്സ് ഫുഡൊക്കെ ഉണ്ട്. ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ, എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ? ഇത് ആക്ച്വലി ഞാൻ ലാലേട്ടനെ നേരത്തെ അറിയാം. 2018 തൊട്ടാണ് ഞാൻ ലാലേട്ടനുമായിട്ട് അടുക്കുന്നത്. ബിക്കോസ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലണ്ടനിൽ ഷൂട്ട് ചെയ്ത് ലാലേട്ടൻ ഹീറോയെ പടമായിരുന്നു. രഞ്ജി സാർ ഡയറക്റ്റ് ചെയ്ത്. ആ സിനിമയുടെ ഒരു പ്രൊഡ്യൂസറോട് കൂടിയായിരുന്നു ഞാൻ. അവിടെ നിന്നാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ലാലേട്ടൻ വേറെ തമിഴ് സിനിമകൾ ചെയ്യാൻ വന്നു ലണ്ടനിൽ. സ്വാഭാവികമായിട്ടും ഒരു പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഞാനായി തുടങ്ങി. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അതിനാണോ ഹൗ യു ഡിസ്ക്രൈബ്, ബട്ട് നല്ലൊരു ബോണ്ടുണ്ട്. അത് ഞാൻ ആ സ്പേസിനെ അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളൂടെയാണ്. അതായത് ഇപ്പം ഒരാളെ പരിചയമുണ്ടെന്ന് ഇപ്പം എനിക്ക് സിദ്ധുവിനെ പരിചയമുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ ഈസ് ഇൻ ടു സോ മെനി ബിഗ് തിങ്സ് കമ്പയർഡ് ടു മീ ഇൻ മൂവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ മേ നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ എത്ര വലിയ ആളെന്ന് പറഞ്ഞാൽ ആ ഒരു സ്പേസ് ഞാൻ എല്ലായിടത്തും കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഒരു മൂമെന്റിൽ അറിയാതെ എടുത്ത വീഡിയോസ് ഒക്കെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തു മോഹൻലാലിന്റെയും പ്രണവിന്റെയും. എനിക്ക് തോന്നുന്നത് ഇപ്പം ലാലേട്ടന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള നിങ്ങളുടെ ക്യാപ്ഷൻ തന്നെ ഉണ്ടല്ലോ, രാജാവിന്റെ മകനും. ഹാപ്പി ടു ക്യാപ്ചർ ദിസ്. ആ പർട്ടിക്കുലർ വീഡിയോ മൊറോക്കോയിൽ വെച്ചെടുത്താണ്. അപ്പൂ ഒരു സ്പെയിനിൽ നിന്നൊരു നടപ്പ് കഴിഞ്ഞ് വന്ന 400-500 കിലോമീറ്റർ ഹി വോക്ക് ഫ്രം പാരീസ് ടു സ്പെയിൻ. അങ്ങനെയാണ് ഒരു ട്രിപ്പുണ്ട്. ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ ഞങ്ങളുള്ള സ്ഥലത്ത് മൊറോക്കോയിൽ വന്നു. 2 ദിവസം ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളൊന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൂവിൻ്റെ ഡ്രസ്സ് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയി ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയാൽ അവിടെ കുറേ കട കയറി. എല്ലാം ബ്രാൻഡ്സ് ആയിരുന്നു. പുള്ളി ഇറങ്ങി ഓടിയോളൂ. ഞാനിങ്ങനെ നടക്കുന്നത് എനിക്ക് ഡ്രസ് പറ്റില്ല എന്ന് പറഞ്ഞ് ആ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന എന്തോ ഒരു സാധനം മേടിച്ചു. ഐ തിങ്ക് ഇസ് എ ടീഷർട്ട് ഓർ സംതിങ്. അതാണ് തോളത്ത് കിടക്കുന്നത്. ലാലേട്ടും വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പുറകെ കിടക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവർ എന്നോട് വന്നെടുത്തപ്പം ലാൽ സാറ് കാണുന്നുണ്ട്. അപ്പു കാണുന്നില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം ലാലേട്ടൻ കണ്ടിട്ട് വീഡിയോയ്ക്ക് ഇങ്ങനെ പാൻ ചെയ്ത് വരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ല രസമുണ്ട്. അപ്പോൾ അതിന് മ്യൂസിക് കൊടുക്കാൻ നോക്കിയപ്പം അപ്പനും മോനും ഉണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക്കലി രാജാവ് എന്നുള്ള ഒരു സാധനം രാജാവിൻ്റെ മകൻ നടിച്ച് കറക്റ്റ് മ്യൂസിക്കും വന്നു. വീഡിയോ ഈസ് ഗോൺ 13.5 മില്യൺ റീച്ച്മെന്റ് ആയി. അതൊക്കെ ഹാപ്പൻ ചെയ്യുന്നതാണ്. അത് ഓരോ മൊമെന്റ്സ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ. സിദ്ധാർത്ഥനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് മമ്മൂട്ടിനെ പറ്റി ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് മൂവി ഒരുമിച്ച് അഭിനയിച്ചത് ബസുവൊക്കെ ആണെങ്കിലും ഇറങ്ങിയത് ബ്രഹ്മയുഗമാണ്. സോ ഈ 2 മൂവിയിലും കുറച്ച് മുന്നേ പറഞ്ഞാൽ 2 എക്സാക്ട്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ്. എങ്ങനെയാ അവിടെ വർക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് ബസൂക്ക ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ ഷോട്ടിന് കുറച്ച് ഒബ്വിയസ്ലി ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ ഐ കുഡ് ഗിവ് എ ബെസ്റ്റ് ഷോട്ട് ബിക്കോസ്
പുള്ളി ഒന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബബ്ബ അടിക്കണമായിരുന്നു. അത് വർക്കായി. ടെൻഷൻ ഉണ്ടാവും. മൂഡും സാരം കൂടെ ആയിട്ട് അത് വർക്കായി. ഷോട്ട്. അപ്പം അത് വർക്കായി. ആൻഡ് ഐ തിങ്ക് ഹി ഗോട്ട് വെരി ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. മേ ബി കൊള്ളാം, നന്നായി അഭിനയിച്ചെന്നുള്ളൂ. ബട്ട് ആക്ച്വലി ഞാൻ ശരിക്കും ചെയ്തതാണെന്നുള്ള എൻ്റെ ഒരു ബട്ട് ആ സമയത്താണ് രാഹുൽ സദാശിവനായിട്ട് മീറ്റ് ചെയ്യണതും ആ കഥ കേൾക്കണതും. അപ്പോൾ ഇറ്റ് വാസ് റിയലി ബിഗ് ഫോർ മീ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സാധനത്തിനായിരിക്കും വിളിക്കുന്നത്. അതായത് അതിൽ ഇങ്ങനൊരു ക്യാരക്ടർ ആയിരിക്കും വിളിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിലേതെങ്കിലും ഒരു ഇതുപോലെ ബസൂക്ക പോലെ ആയിരിക്കും എന്നുള്ളതാണ് വിചാരിച്ചത്. ബട്ട് അതിനപ്പോൾ അപ്പോൾ മാനസികമായിട്ട് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ്റെ ഇടയിൽ ഷൂട്ട്, ബസൂക്കയുടെ ഷൂട്ട് നടക്കണം, മമ്മൂക്ക ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇട്ട് നോക്കി, ചേട്ടാ ഐ മീൻ സാർ ഇത് ബ്രഹ്മയുഗം ഭയങ്കര സ്ക്രിപ്റ്റാണല്ലോ, ഭയങ്കര ഡെപ്താണല്ലോ ആ ക്യാരക്ടർ. ആ ശരിയാ, നിൻ്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്, അത് നന്നായി ചെയ്താൽ കൊള്ളാം. മേ ബി അഗെയിൻ ഈ പറഞ്ഞ കോ ആക്ടേഴ്സിന്റെ സാധനം ഞാൻ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യണത് ബ്രഹ്മയുഗത്തിൽ നിന്നാണ്. അതിന് മുന്നേ ഇല്ലാന്നല്ല, ബട്ട് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ഇൻ എ വെരി ഡീപ്പ് മാനർ വിത്ത് അർജുൻ ആൻഡ് മമ്മൂക്ക. പല സ്ഥലത്തും പല ഇതിലും വെരി ഇൻട്രിക്കേറ്റ് സാധനങ്ങളൊക്കെ. പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക്സ് ടു രാഹുൽ. ശരിക്കും 2002 നമ്മളിൽ തുടങ്ങിയ ജേണിയാണ്. ജേണി എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ജേണി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. ഇപ്പൊ 2020 അതാ ഞാൻ പറഞ്ഞു, ഒഫീഷ്യൽ ജേണി 2002 നമ്മളിൽ തുടങ്ങി. ഇപ്പൊ 2025 സുമതി വളവ്, ഇനി ഇറങ്ങാനിരിക്കുന്ന ഒരു പറ്റം സിനിമകളിൽ എത്തിച്ചേർന്നിരിക്കുക. എന്താ നമ്മുടെ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നൊരു ചേഞ്ച്, ഏറ്റവും വലിയൊരു ബിഗ് ചേഞ്ച് എന്ന് പറയാൻ പറ്റും? അയ്യോ, അത് ഒരുപാടുണ്ടല്ലോ. ഏറ്റവും വലിയൊരു ബിഗ് ചേഞ്ച് പറയാൻ പറ്റും? ഏറ്റവും വലിയൊരു ബിഗ് ചേഞ്ച് ഒക്കെ വലിയ ചേഞ്ചിൽ ഒന്നാണ് ഞാൻ എന്നെ പോലുള്ളവരൊക്കെ വന്ന് അഭിനയിക്കുന്നത്. ഭാഗമാണല്ലോ. അല്ല പിന്നെ ഞാനൊക്കെ വന്ന് അഭിനയിക്കാന്ന് പറഞ്ഞാല് അല്ല അങ്ങനെ ഒരു വലിയ ചേഞ്ച് ഒബ്വിയസ്ലി ടെക്നോളജി ആൻഡ് ഓൾ ദാറ്റ് അല്ലാതെ ആറ്റിറ്റ്യൂഡ് വൈസ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ മലയാളി ഓഡിയൻസ് ഇസ് ദി ബെസ്റ്റ് ഓഡിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വി ആർ ഓൾവേസ് ഓപ്പൺ ഫോർ എക്സ്പെരിമെന്റ്സ്. We are always open for any type of storylines or genres of film. Sci-fi ഉൾപ്പെടെ. സോ അത് കാലാകാലമായിട്ട് ആഗ്രഹമുണ്ട്. അല്ലാതെ വേറെ എന്താ വലിയ മാറ്റം മലയാള സിനിമയിലോ ടെക്നോളജിയുടെ ഇതിന്റെ? എനിക്ക് പേഴ്സണലി തോന്നിയത് അക്സെപ്റ്റൻസ്. കാരണം സിദ്ധാർത്ഥ് പറഞ്ഞാൽ എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സേ നമുക്ക്, വെദർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ് അങ്ങനത്തെ സാധനമല്ല, അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓഡിയൻസിന് ഉണ്ടാവും എന്നുള്ളത്. എന്തും അക്സെപ്റ്റ് ചെയ്തില്ല, അവിടെയാണ് പ്രശ്നം. നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാർ വളരെ സെലക്റ്റീവാണ്. എന്ത് അക്സെപ്റ്റ് ചെയ്താൽ എല്ലാ സിനിമ കിട്ടില്ല. അതാണ്. അല്ല പക്ഷെ ഈ എക്സ്പെരിമെന്റ്സിലെ നല്ല സാധനങ്ങള് രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളതിൽ ഒരു അതിന്റെ വലിയൊരു എക്സാമ്പിളാണ് പണി. കാരണം പണി സിനിമയില് ലീഡിങ് ആയിട്ട് ജോജി ജോർജ് എന്ന് പറഞ്ഞ ആക്ടറേ ഉള്ളൂ, നോൺ ആക്ടർ. ആക്ടേഴ്സ് സോറി, പ്രശാന്ത് ഉണ്ട്, അങ്ങനെ കുറച്ച് ലീഡ് ആക്ടർ എന്ന് പറഞ്ഞ ജോജി ജോർജ്. ബാക്കി എല്ലാം 90% ഫ്രഷ് ആക്ടേഴ്സ് ആണ്. അതിനെ ഓഡിയൻസ് എടുത്തു ബിക്കോസ് മൂവി വാസ് കണക്റ്റഡ്. രോമാഞ്ചം, ഓഫീസർ, ഈ ഗഗനചാരി സൈഫൈ മൂവീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് സിനിമകൾ. ഈ പറഞ്ഞ പോലെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഐ എം പ്രിറ്റി ഷുവർ വെൻ ദേ മെയ്ഡ് ഇറ്റ് they know that this movie was not for everyone, but everyone accepted it. അതാണ് the way they made it. ഇപ്പോൾ റൈറ്റിംഗ്സിലേക്ക് വരികയാണെങ്കിൽ, സിദ്ധാർത്ഥിന്റെ റൈറ്റിംഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ അഭിലാഷ് പള്ളി ഇതിനെപ്പറ്റി പറഞ്ഞൊരു ഒരു കഥയുണ്ട്. അതായത് ഞാൻ സുമതി വളവ് എഴുതിയത് രാവിലെയാണ്, ബാക്കി കുറച്ചൊക്കെ സ്റ്റോറീസ് അന്നാലും ഇരുട്ടിലൊക്കെയാണ്. സുമതി വളവ് എഴുതി രാവിലെയാണ്. സുമതി രാവിലെ വളവെന്നായിരുന്നു ശരിക്കും. പോയി. അത് ഞാനൊരു ഇതിൽ പറഞ്ഞാണ്, ഒരു പ്രസ് മീറ്റിൽ അങ്ങനെ എന്തോ പോയപ്പോ പറഞ്ഞതും കേട്ടതാ. ശരിക്കും സിദ്ധാർത്ഥിന്റെ റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? ഞാനാണ് സുമതി വളവ് രാവിലെ എന്നിട്ട് സുമതി വളവ് എന്ന് എഴുതിയിട്ട് അവിടെ ഇരിക്കും. പിന്നെ നമുക്ക് സമയം രാവിലെ എഴുതിയിട്ട് പകൽ മുഴുവൻ അഭിലാഷം ഉറക്കുക. സുമതി വളവ് എഴുതി വെച്ചിട്ടുണ്ടോ രാവിലെ? എന്നിട്ട് വൈകുന്നേരം ആകുമ്പോ എന്നിട്ട് ബാക്കി സീൻ ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങുമായിരിക്കും. അല്ല ലൈക്ക്
ഐ എം ജസ്റ്റ് മേക്കിംഗ് ഫൺ. അതില്ലേ മനസ്സിലാവും, ഓരോരുത്തർക്കും ഓരോ അങ്ങനെ ആയിരിക്കാം. കോമഡി പറയുന്നത് അഭിലാഷേ, കോമഡി പറയുന്നതാണ്. അടുത്ത പടത്തിൽ വിളിക്കാതിരിക്കരുത്. രണ്ടു മൂന്ന് പടം അനൗൺസ് ചെയ്തിരിക്കുക. അഭിലാഷ് സാർ നല്ല ആളാ. വെരി അഭിലാഷ് സാർ ഈസ് വെരി ഗുഡ്. അങ്ങനെ പറയണം. ഒരു തേച്ചൊട്ടിച്ചിട്ടൊന്ന് പൊക്കി പറഞ്ഞേക്കാം. ഒന്ന് പോളിഷ് ചെയ്തത്. റൈറ്റിംഗ് സ്റ്റൈലിനെ പറ്റി നമ്മൾ റൈറ്റിംഗ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനൊരു നമ്മൾ കുറെ നാൾ ആ മൂഡിൽ ഇങ്ങനെ ആയി അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ചിന്തിച്ച് ചില ഇൻസിഡൻസ് ചിന്തിക്കും, സിറ്റുവേഷൻസ് ചിന്തിക്കും, ഇനി ഇതെല്ലാം കണക്ട് ചെയ്യുന്ന പരിപാടി അങ്ങനെ ഇങ്ങനെയെന്ന് ഒരു 4-5 ദിവസം ഇത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇതാവുമ്പോഴാണ്, ഒന്ന് കുറുകി വരുമ്പോഴാണ് നമ്മളത് എഴുത്തിലേക്ക് മാറുക. അത് ഡിപ്പെൻസ്, അതൊക്കെ എങ്ങനെയാണ്, അങ്ങനെ പ്രത്യേകിച്ച് സമയമോ അതൊന്നും നമ്മൾ നോക്കാറില്ല. ഒരു ചെറിയ സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുന്നത്. ഒരു വണ്ടിയെ പോകുമ്പോഴായിരിക്കും ഒരു ഇൻസിഡന്റ് കാണുന്നത്, അവിടുത്തെ ആയിരിക്കും തുടങ്ങുന്നത്. പിന്നെ അത് ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് അതിന്റെ ഇൻസിഡൻസും സിറ്റുവേഷൻസും എല്ലാം ഇങ്ങനെ ആലോചിച്ച് ഒരു ടൈമിൽ അങ്ങ് എഴുതും. അതിന് പ്രത്യേകിച്ച് സമയമൊന്നും. കൗതുകത്തിന്റെ പുറത്തേക്ക് പേനയും പേപ്പറും എടുത്ത് എഴുതൂ. ചിലപ്പോ മോസ്റ്റ്ലി ടൈപ്പിംഗ് തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ അതിലാണ്. പിന്നെ ചിലപ്പോ ഒരു ഈ പറഞ്ഞ പോലെ ഈ കൗതുകം കൂടിയിട്ട് എഴുതണം എന്ന് പറഞ്ഞിട്ട് എഴുതിയൊക്കെ വെക്കൂട്ടോ. 2-3 ദിവസമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇത് ഡിജിറ്റൈസ് ചെയ്യണമല്ലോ. അപ്പൊ ഇത് നോക്കി അടിക്കണമല്ലോ. അപ്പൊ ഇത് നോക്കുമ്പോ ഇത് ഞാൻ തന്നെയാണോ എഴുതിയത്, ഇപ്പൊ ഏതാ വാക്ക്, വട്ടക്ഷരമൊക്കെ പോലെ ആയിട്ട് വട്ടെഴുത്ത് പോലെയൊക്കെ ഇരിക്കും ചില സ്ഥലത്തൊക്കെ. അപ്പൊ മാറ്റങ്ങൾ വരുത്താറുണ്ടോ ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത്? ഇത് ഈ പ്രോസസ്സിലാണല്ലോ ഇതിന്റെ സാധനം. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ തലയിൽ ഇപ്പൊ 4-5 ദിവസം ചിന്തിച്ചിട്ട് നമ്മളിപ്പോ എഴുതുന്നു എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സീൻ വരുമ്പോൾ മേ ബി അത് എഴുതുന്ന സമയത്ത് ഒരു ടേക്ക് ഓഫ് സംഭവിക്കാം. ഒരു ചെറിയൊരു എന്നാ പിന്നെ നമുക്കത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാം. ദാറ്റ് മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് മൈറ്റ് നോട്ട് ബി ഇൻട്രസ്റ്റിംഗ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അപ്പോഴാണ് അതിന്റെ ആ പ്രോസസ്സ് നടക്കുന്നത്. സുമതി വള ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പുറത്തു പറയാൻ പറ്റില്ല. പക്ഷെ ഫ്യൂച്ചർ പ്രൊജക്ട്സിനെ പറ്റി നമുക്ക് പറയാം. രണ്ടുപേരുടെയും ഇനിയുള്ള പ്രൊജക്ട്സ് മാജിക് മഷ്റൂം എന്ന് പറയുന്ന ആദർശൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയിൽ ഞങ്ങൾ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ലീഡ് ചെയ്യുന്നു. ഞാൻ ആഘോഷം എന്ന് പറഞ്ഞൊരു സിനിമ അമൽ കെ ജോബി ഡയറക്റ്റ് ചെയ്ത് അത് പടം ഷൂട്ട് കഴിഞ്ഞു. പാലക്കാടായിരുന്നു. അതിൽ നരേനാണ് ലീഡ്. അപ്പം ഞാൻ അതിനകത്ത് നരേൻ്റെ കൂടെ ഒപ്പം ഒരു ക്യാരക്ടർ ചെയ്യുന്നു. നല്ല ഒരു മാസ് ക്യാരക്ടറാണ്. നല്ല ഫണ്ണി ഒരു എലമെന്റ് ഒരു ക്യാരക്ടറാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഫണ്ണി മാസ് അതൊരു കമ്പയർ ചെയ്യുമ്പോൾ ഒരു രാജമാണിക്യത്തിലെ മമ്മൂക്കൊക്കെ പിടിച്ച് അങ്ങനത്തെ അത്രയും മാസല്ല, ഫണ്ണിനെസ്. അപ്പോൾ അങ്ങനെ 3-4 പടങ്ങൾ ഞാൻ അഭിനയിച്ചു. പണിക്ക് ശേഷം ഞാൻ ഓൾമോസ്റ്റ് 4 സിനിമ ചെയ്തു. അതിൽ രണ്ടാമത്തെ അഭിനയിച്ച സിനിമയാണ് പണിക്ക് ശേഷം ഞാൻ അഭിനയിച്ച സിനിമയാണ് സുമതിയോള്. അപ്പോൾ പണിക്ക് ശേഷം എനിക്ക് റിലീസാകാൻ പോകുന്ന ആദ്യത്തെ പടമാണ്. അപ്പം ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ഇൻ ദ സെൻസ് ഐ എം റിയലി സ്കേർഡ്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നവരെല്ലാം ചോദിക്കുന്നത് ഇതാണ്, വാറണ്ട് ഇവിടെ അത്രയും വരുമോ വാറണ്ട്. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടറിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ അടുത്ത പടം ചെയ്യുന്നത് ചിലപ്പോൾ കോമഡി ആയിരിക്കും, പറ്റുമെങ്കിൽ കോമഡി ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പം നാദിഷയുടെ പടത്തിൽ ഞാനൊരു ഇമോഷണൽ ഫാദറാണ്. എല്ലാ ഇതിലും ഡേവി തന്നെ ചെയ്താൽ ബോറടിച്ചു പോകും. പിന്നെ ഒരു സൈഡ് ക്യാരക്ടേഴ്സ് വന്നിട്ട് അങ്ങനെ ഒരു വാല്യുബിൾ ഒരു പേര് കിട്ടി, അത് നല്ലതാണ്. എനിക്ക് ഇപ്പോൾ വാറൻ ഡേവി ഞാൻ പറഞ്ഞില്ല, ജോജു വാറന്റ് ബോബി എന്ന് ആദ്യം ഇട്ടേ. നന്നായി, ഞാൻ കാല് പിടിച്ചിട്ടാണ് വാറൻ ഡേവിയാക്കി. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിക്കുമ്പോൾ വരെ പത്രത്തിലൊക്കെ വാറന്റ് ബോബി, ഇപ്പോഴും വാറൻ ഡേവി മരിച്ചെന്നൊക്കെ. അതൊരിക്കലും നമുക്കിനി അതല്ലെന്നുണ്ടെങ്കിൽ ഇനി പണി 2 പണി 3 ഇനി വാറൻ ഡേവിയൊക്കെ ഞങ്ങൾ ബുദ്ധിമുട്ടാണ്. പണി 2 നിങ്ങളൊക്കെ ഒന്നില്ലേ? ഞാൻ ചോദിക്കാത്ത എല്ലാവരും ചോദിച്ചു പണി 2 വരുമോ ചോദിക്കാൻ. പക്ഷെ ഞാൻ പണിയില് പക്ഷെ കണ്ടിന്യൂഷൻ അല്ലല്ലോ. പണി 2 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് സ്റ്റോറിയാണ്. അത് പണി 2 ഡീലക്സ് എന്നാണ് പടത്തിന്റെ പേര് ജോജു അനൗൺസ് ചെയ്തിരിക്കുന്നത്. പണി 3 ഉണ്ട്. ഇതിന്റെ എല്ലാം കഥ റെഡിയാണ്. അപ്പോൾ പണി 2 അടുത്ത വർഷം ഷൂട്ട് ചെയ്യും. കാരണം ജോജു കുറെ പടം കമ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഹെവി ബഡ്ജറ്റ് പടമാണ്. ഞാനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഡയറക്ടർ അദ്ദേഹമാണ്. ചിലപ്പം എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണും. എന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ ജോജു ഒക്കെ തന്നെയാണ് പറയുന്നത്, അദ്ദേഹമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് 10-15 വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എനിക്കിതിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഇതിൻ്റെ ഒന്നും കഷ്ടപ്പാടറിയില്ല. എന്നെ നേരെ കൊണ്ടുപോയി
ഒരു കസേരയിൽ ഇരുത്തിട്ട് ദേ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞ പോലെ ഒരു അവസ്ഥ. കേറിക്കോ. അപ്പൊ അതൊക്കെ ആർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അത് ജോജോന്റെ ഇതായിരുന്നു നിങ്ങൾ പറഞ്ഞ 10-14 കൊല്ലം പുള്ളി. ഇതേ 10-14 കൊല്ലം ബോബിച്ചന്റെ ലൈഫ് എടുത്ത് നോക്കിയാലും ഏകദേശം ഇത്രയൊക്കെ തന്നെ. അല്ല, 24 വർഷം അങ്ങനെയാണ്. യെസ്, ഞാൻ സിനിമ ട്രാവൽ തുടങ്ങിയിട്ട് 24 വർഷം. അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് ദി അതർ സൈഡ് ഓൾസോ. അതർ സൈഡ് നിങ്ങളും അത്രയും തന്നെ കഷ്ടപ്പെട്ടു. സ്ട്രഗിൾ മേ ബി നോട്ട് ഇൻ സിനിമ ബട്ട് ഇൻ യുവർ ലൈഫ് സ്ട്രഗിൾ ചെയ്തു. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ ഒരു നോർമൽ ഇതിൽ ഞാൻ ദുബായിൽ നിന്ന് UK പോയ ഒരാളാണ്. അവിടെ പോയി റിയൽ എസ്റ്റേറ്റ് തന്നെ തുടങ്ങി. ഞാൻ ക്ലീനിങ് തൊട്ടാണ് ഞാൻ തുടങ്ങുന്ന പരിപാടി. എൻ്റെ റിയൽ എസ്റ്റേറ്റ് പരിപാടികളെല്ലാം എൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ ആദ്യത്തെ 3-4 വർഷം ഒരു ക്ലീനിങ് കമ്പനി ഉണ്ട് എനിക്ക് പാരലലി. അത് ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സുകൂടെ നടത്തിക്കുന്നത്. ആർക്കും അറിയത്തില്ല. പകല് സൂട്ടിട്ട് വർക്ക് ചെയ്യും, രാത്രി വൈകുന്നേരം പോയി ക്ലീനിങ് ചെയ്യും. അങ്ങനത്തെ അങ്ങനത്തെ പരിപാടി എല്ലാവർക്കും. ഒരാൾക്ക് സ്ട്രഗിൾ ഇല്ലാതെ ലൈഫ് നേടാൻ പറ്റില്ല. എനിക്ക് അങ്ങനത്തെ ഒരു കാറ്റർ. എനിക്ക് പണി ചെയ്യാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എന്നെ ഇപ്പൊ ലൊക്കേഷനിലൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാരവനിൽ ഇരിക്കത്തില്ല ഒരു 10 മിനിറ്റുള്ളിൽ. എനിക്ക് ആ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. അന്നേരത്തേനും അവിടെ ലൊക്കേഷൻ ഇരിക്കുന്നുണ്ട്, കണ്ട അയാൾ പിന്നെയും വരുന്നുണ്ട്. ഞാനിതുപോലെ കാരവനിൽ ഇരുന്ന് ബോറടിച്ചിട്ട് ഒരു സീട്ട് വലിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചാടി വരണം പുറത്തേക്ക്. ഈ മറ്റേ പുലി ഒരു നിൽക്കുന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ സിദ്ധുവേ, കാരണം വെളിയിലൊരുത്തിനെ കിട്ടുക എന്ന് പറയുന്നത് ബാക്കിയില്ല. വല്ല പിന്നെ അവിടെ പോകണം. ലൊക്കേഷനും കാരവനുമായിട്ട് നല്ല ദൂരം. കാടായതുകൊണ്ട് എല്ലായിടത്തും കാരവൻ പാർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്. കാരവൻ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലവും പിന്നെ അവിടുന്ന് പിന്നെ കാറിൽ പോകണം. നമ്മൾ ലൊക്കേഷനിലുണ്ട്. അവിടുന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പിന്നെയും പോകണം. സിദ്ധാർത്ഥിന്റെ ഫ്യൂച്ചർ പ്രൊജക്ട്സ്? എന്റെ ഫ്യൂച്ചർ എന്റെ ഫ്യൂച്ചർ ഉണ്ടാവും. ഏതായാലും ഐ എം വർക്കിംഗ് ഓൺ എ ഫ്യൂ സബ്ജക്ട്സ്. സോ മേ ബി ഈ കൊല്ലം ഒരു പടം ചെയ്യണമെന്നാണ് ആഗ്രഹം. ചിലപ്പോൾ അത് അടുത്ത കൊല്ലം ആവാം, ചിലപ്പോൾ അതിൻ്റെ അടുത്ത കൊല്ലം ആവാം. ഒന്നും പറയാറായിട്ടില്ല. ഇതൊക്കെ ഓൾറെഡി ക്രാഫ്റ്റിങ്ങിനെ കിടക്കില്ല, എനി ടൈം ഓണാകാം. പിന്നെ ഈ വേറൊരു കാര്യം എനിക്കറിയാം, ഐ എം പ്രീറ്റി ഷുവർ ഈ ഇത്രയും സ്കില്ലുള്ള ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഒക്കെ ഉണ്ട്, വെൻ ദേ ആക്ട് അതൊരു പ്രശ്നമാണ്. നമുക്ക് ആക്ടിങ്ങിന്റെ മോഡിൽ കയറി കഴിഞ്ഞാലേ ദാറ്റ്സ് എ ഡിഫറെന്റ് വേൾഡ്. ഇതൊന്നും മറ്റേതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പണിയെടുക്കണമല്ലോ, ഇത്ര റെസ്പോൺസിബിലിറ്റി, നല്ലപോലെ ചീത്തവിളി കേൾക്കണം. ഇതാകുമ്പോൾ ഒരു സൈഡ് കൊണ്ട് നല്ല ചീത്തവിളി അങ്ങ് വിട്ടു, ഏതോ അടിയോടെ കിട്ടും. സുമതി വളവിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ വളരെ കുറച്ച് എക്സ്പെക്ട് ചെയ്തുള്ളൂ, കാരണം സിനിമ ഇറങ്ങാത്തുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ ബോബി ചേട്ടൻ പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഫിലിം ഒന്ന് കാണണം, കണ്ടേ പറ്റൂ എന്നുള്ള സ്കീമിലേക്ക് എത്തുന്നുണ്ട്. അതിൽ തെറ്റില്ല, ആ ആഗ്രഹത്തിന് ഒരു തെറ്റില്ല. എല്ലാവർക്കും ആഗ്രഹം വേണമെന്നല്ലേ. ഞങ്ങൾ സത്യം പറഞ്ഞ സിനിമയെ കുറിച്ച് 100-100 പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇത് റിലീസ് ചെയ്യാൻ ഓഗസ്റ്റ് 1-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്യും പ്ലീസ്. അപ്പൊ എനിവേ ഓൾ ദ ബെസ്റ്റ്. ഫ്യൂച്ചർ പ്രൊജക്ട്സിനും സുമതി വളവിനും വേണ്ടിയിട്ട് അടിപൊളി ഹിറ്റ് ആവട്ടെ. താങ്ക് യു ഓക്കെ, താങ്ക് യു സോ മച്ച്.